ബേസിക്കലി നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്? What was the main topic? In first module we are dealt with fluid statics. Okay. So second module എന്തായിരുന്നു? Am I audible to you? Hello? Audible ആണോ? Okay, then tell me. What was the main topic? എന്തിനെ പറ്റിയായിരുന്നു നമ്മൾ ബേസിക്കലി സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ജനറലി Kinematics. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് അല്ലേ? സോ എന്തായിരുന്നു ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്? ഞാൻ പറഞ്ഞേ Fluid motion. ഫ്ലൂയിഡ് മോഷൻ. അതിന്റെ കൂടെ വേറെ ഒന്നുമില്ലേ? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ ഫ്ലൂയിഡ് റെസ്റ്റിലായിരുന്നു, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു. ഫ്ലൂയിഡ് കാനമാറ്റിക്സിൽ ഒരു സർട്ടൻ കണ്ടീഷൻ ഒഴിവാക്കിയിട്ടാണ് ഫ്ലൂയിഡ് മോഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഫ്ലൂയിഡ് മോഷന്റെ എന്ത് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ് ഫ്ലോ? ഫ്ലൂയിഡ് ഫ്ലൂയിഡ് കാനമാറ്റിക്സിൽ ഫ്ലൂയിഡ് കാനമാറ്റിക്സിൽ നമ്മൾ ഫ്ലൂയിഡ് മോഷനെ പറ്റിയാണ് നോക്കിയത്. റൈറ്റ്, കറക്റ്റ് ആണ് പറഞ്ഞത്, ഫ്ലൂയിഡ് മോഷനെ പറ്റിയാണ്. പക്ഷെ ഫ്ലൂയിഡ് മോഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്ലൂയിഡ് കാനമാറ്റിക്സിൽ the velocity, acceleration, position or displacement related to a fluid particle. And we skipped the topic and we were not bothered about there will be some forces, right? There will be some forces for cause of action. For what? If flow നടക്കണമെങ്കിൽ there will be some cause of action, right? So ഈ cause of action അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ behind വർക്ക് ചെയ്യുന്ന ഫോഴ്സ്, ഈ ഫ്ലൂയിഡ് മോഷന് വേണ്ടിയിട്ട് റിസൾട്ടൻ മോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അപ്ലൈഡ് റിസൾട്ടൻ ഫോഴ്സ് ഉണ്ടാവും. അതിനെപ്പറ്റി നമ്മൾ എന്തായിരുന്നില്ല, കൺസേൺ ആയിരുന്നില്ല, ബോധേഡ് ആയിരുന്നില്ല. ആ പോർഷൻ നമ്മൾ സ്കിപ്ഡ് ആയിരുന്നു. റിമൈനിങ് ആയിട്ടുള്ള ഈ ഫോഴ്സിന്റെ എഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി, അതിന്റെ ആക്സലറേഷൻ, സച്ച് തിങ്സ് വി വർ ഡീൽഡ് വിത്ത് ഇൻ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, റൈറ്റ്? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് ഡയനാമിക്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് ഡയനാമിക്സിനെ പറ്റിയാണ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? Okay, so we are going to deal with fluid dynamics. Actually, so fluid dynamics, it includes forces causing the fluid flow. So നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ എന്താണ് സ്കിപ്പ് ചെയ്തത്, അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഫ്ലൂയിഡ് മോഷനെ പറ്റി സ്റ്റഡി ചെയ്യുക. ഓക്കെ, നമ്മൾ നോർമലി നമ്മൾ റിയൽ കേസിലൊക്കെ ഫ്ലൂയിഡ് മാക്സിമം മോഷനിലായിരിക്കും. ആ കേസിലേക്ക് റിയൽ സിറ്റുവേഷനിലേക്ക് മാക്സിമം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേജ് ആയിട്ട്. ഇനീഷ്യലി നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് നോക്കി, ഞാൻ ഫ്ലൂയിഡ് മോഷൻ മാത്രം നോക്കി. ഫ്ലൂയിഡ് മോഷനിൽ എന്ത് മാത്രം നോക്കി? ഇതിന്റെ മൂവിങ് ഫ്രെയിമിലുണ്ടാകുന്ന ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, ആക്സിലറേഷൻ എന്തായിരിക്കും, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഈ മോഷന് വേണ്ടി ഉണ്ടാകും ഒരു സർട്ടൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് മാത്രമേ ഇതിന് മൂവിങ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൂവിങ് ഉണ്ടാവും. അപ്പൊ ആ റിസൾട്ടിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ കോസ് ഓഫ് ആക്ഷൻ, ആ ഫോഴ്സിന് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്റ്റഡീസിനെയാണ് എന്താ പറയാ, ഫ്ലൂയിഡ് ഡയനാമിക്സ്. ഓക്കെ, ഇനി ഈ ഡയനാമിക് ബിഹേവിയർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഓക്കെ, വിച്ച് റിലേറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഫോഴ്സ്. The dynamic behavior of fluid flow is analyzed by Newton's second law of motion. What was the Newton's second law of motion? Basic ആയിട്ട് കാര്യമില്ല, എന്തായിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ?
പറഞ്ഞേ എന്തായിരുന്നു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ആർക്കും അറിയില്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്തായിരുന്നു? വിച്ച് റിലേറ്റ്സ് ആക്സലറേഷൻ ഫോഴ്സ് എന്താ ആക്സലറേഷൻ ഫോഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? F is equal to ma. F is equal to ma. ആണെന്ത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. റിസൾട്ടന്റ് നെറ്റ് ഫോഴ്സ് വിൽ ബി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ്. ഈ ഫ്ലൂയിഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ റിസൾട്ടന്റ് നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് ഇൻടു acceleration of that fluid. Okay. So according to Newton's second law of motion, net force Fx acting on a fluid element in the direction of x is equal to mass m of the fluid element multiplied by the acceleration x in the direction. Okay, so mathematically Fx equal to m into ax. Any ഈ നെറ്റ് ഫോഴ്സ് എടുക്കും നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫോഴ്സിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്തോണ്ട് ഫോഴ്സ് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. റൈറ്റ്. സോ ഒരു മിനിമം ഫ്ലൂയിഡ് ഫ്ലോ ഒരു പൈപ്പ് ഫ്ലോന്റെ കേസ് എടുക്കുക. ഓക്കെ, ഒരു ജനറൽ ആയിട്ട് വി ആർ കൺസിഡറിങ് എ ജനറൽ പൈപ്പ് ഫ്ലോ where from fluid is flowing from one end to another end. So net force പറയുമ്പോൾ there will be certain amount of certain different kinds of force will be there. ഇതിന്റെയൊക്കെ നെറ്റ് എഫക്റ്റ് ആയിട്ടായിരിക്കും ടോട്ടൽ amount of force ആയി വരിക. So basically 5 types of force are there will be 5 different types of forces, okay, in a fluid flow. First one is gravity force, Fg. Okay, first one is gravity force, that is Fg. So it relates with the weight of the fluid okay related to gravity force, right? Weight Newton force ആണ് അല്ലേ? So ഈ വെയിറ്റ് ആയിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലൂയിഡിന് അതിൻ്റെതായ ഒരു വെയിറ്റ് ഉണ്ടാവും. So ആ വെയിറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഗ്രാവിറ്റി ഫോഴ്സ്. Then Fp is the pressure force. Second one is pressure force. അതായത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ സർഫസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും ഒക്കെ ഡീൽ ചെയ്തതിനെ പറ്റിയാണ് hydrostatic pressure force, right? Then third one is force due to viscosity, Fv. Okay? Force due to viscosity. So അതെന്താ നമ്മൾ എന്തുണ്ടാവും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായാലും വിസ്കോസിറ്റി ഉണ്ടാവും. അതിന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും അല്ലെ? ആ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവല്ലോ. റെസിസ്റ്റൻസ് ടു ഫ്ലോ കാരണം ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് ജനറേറ്റ് ചെയ്യാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണത് force due to viscosity or Fp. And fourth one is Ft, that is force due to turbulence. നമ്മൾ ഓൾറെഡി ഇതിന്റെ സെക്കൻഡ് മോഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് ടർബുലന്റ് ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോ എന്നൊക്കെ പറഞ്ഞു. കംപ്ലീറ്റ്ലി എന്താണ് മിസ്മാച്ച് ആയിട്ട് ഒരു ടർബുലന്റ് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റൊട്ടേഷണലി ഇങ്ങനെ ഫ്ലോ മൊത്തം മിക്സ്ഡ് അപ്പ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിനാണ് എന്താ പറയുക ടർബുലൻസ് ഫ്ലോ. ഒരു പ്രോപ്പർലി ഓർഡർ ആയിട്ടൊന്നായിരിക്കില്ല എന്ത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാം. മൊത്തം ഒരു സിക്സാക്ട് മാനറിൽ കംപ്ലീറ്റ്ലി മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിൽ മൂവ് ചെയ്യും. ആ സമയത്ത് ഉണ്ടാവും ഇതൊക്കെ ഇതിന്റെ കൊളീഷൻസ് ഉണ്ടാക്കി കുറെ ഫോഴ്സസ് ഉണ്ടാവും. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫോഴ്സ് ആണ് Ft, that is force due to turbulence. പിന്നെ കംപ്രസിബിൾ ആക്ഷൻ വഴി കംപ്രസിബിലിറ്റി കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് ആണ് force due to compressibility, that is Fc. So these are the different kinds of forces present in while during a fluid flow takes place. Okay, so net force will be equal to Fx, net force in the direction of x will be equal to Fgx plus Fpx plus Fvx plus Ftx plus Fcx. Gravity force plus pressure force plus viscous force plus turbulence force, then compressibility force. It is the net force equation in a fluid flow. Any certain cases വരുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്തിലെ ഓരോ ടേം ആയിട്ട് നെഗ്ലക്ട് ചെയ്യും. ചില കേസ് നമ്മൾ കുറെ കൂടി ഇത് തേച്ച് അനലൈസ് ചെയ്തെടുക്കുക. നമ്മൾ റിയൽ കേസസ് ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ അനലൈസ് ചെയ്തെടുക്കാൻ വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ ഫോർ ദാറ്റ് കേസ് വി വിൽ ടേക്ക് certain assumption. Initially, if we are neglecting the force due to compressibility, that if force due to compressibility Fc is neglected, okay, then net force ഉണ്ടാവും Fx in equation എങ്ങനെയാവും Fgx plus Fpx plus Fvx plus Ftx. Okay, so such type of equations of motion, such types of equations of motions are known as Reynolds equations of motion. Okay, such types of equations are known as Reynolds equations of motion.
ഹലോ, കേൾക്കുന്നില്ലേ? ഇതൊക്കെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡൈനാമിക്സിന്റെ. ഇതിൽ അങ്ങോട്ടേക്ക് കുറെ പ്രോബ്ലംസ് ആണ് മെയിൻലി വരാനുള്ളത് ഈ മൊഡ്യൂളിൽ. പ്രോബ്ലംസ്, ഡെറിവേഷൻസ്, ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇനി വരാനുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് ആണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് പ്രോബ്ലംസിലോ ഡെറിവേഷൻസിലോ ഒക്കെ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ടോട്ടൽ നെറ്റ് ഫോഴ്സ് ഇക്വേഷൻ്റെ അത് നമ്മൾ ഓരോ ഫോഴ്സ് ആയിട്ട് നെഗ്ലിജ് ചെയ്യുക. We are taking certain amount of assumptions. Okay, so first of all we are neglecting force due to compressibility. Then that equation will become fx equal to fgx plus fpx plus fvx plus ftx. Okay, that will be the net force in the direction of x. So that equation of motions are known as Reynolds equations of motion. And next നമ്മൾ എന്ത് ചെയ്തു, ft കൂടി നെഗ്ലക്ട് ചെയ്തു. അതായത് ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസും കൂടി നെഗ്ലക്ട് ചെയ്തു. Remaining will be three components മാത്രം. Force in the gravity force, pressure force, viscous force. Okay, such equation ആ ft യും fc യും കൂടി നെഗ്ലക്ട് ചെയ്തിട്ട് റിമൈനിങ് ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്താ പറയുക, നേവിയർ-സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറയും. Okay, the remaining amount of equations are remaining equations of motion while neglecting turbulent force and compressible force, force due to compressibility. The equation of motion is known as Navier-Stokes equation. Any third stage നമ്മൾ വീണ്ടും എടുക്കുന്ന നമ്മളൊരു അസംഷൻ എടുക്കുന്ന ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ ഫ്ലോ. ഐഡിയൽ ഫ്ലോ ആണെങ്കിൽ എന്താ കേസ് ചെയ്യുക, വിസ്കോസിറ്റി സീറോ ആയിരിക്കും. ഐഡിയൽ ഫ്ലോന് വിസ്കോസിറ്റി സീറോ ആയിരിക്കുമല്ലോ. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. എന്താ ഐഡിയൽ ഫ്ലോന്റെ ഡെഫിനിഷൻ പോലും ഇതായിരുന്നു. വിസ്കോസിറ്റി സീറോ ആയിട്ട് ഏത് ഫ്ലൂയിഡിനെയും നമ്മൾ എന്ത് പറയും, ഐഡിയൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയൽ ഫ്ലോ ആണ് എടുത്താൽ എന്ത് വരും, എഫ് വി ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി കൂടി സീറോ. സോ റിമൈനിങ് ടേം വിൽ ബി നെറ്റ് ഇക്വേഷൻസ് എന്താവും, ഗ്രാവിറ്റി ഫോഴ്സും pressure force മാത്രം. So fx will be equal to fgx plus fpx മാത്രം. Such equation, if we are neglecting force due to viscosity, force due to turbulence and force due to compressibility, then remaining equations of motion is known as Euler's equations of motion. Euler's equations of motion. So first one was Reynolds equation of motion, then Navier-Stokes equation, then Euler's equation. or Euler's equation or Euler's equation. അതെങ്ങനെയാണ്, അത് ഓരോരുത്തർ രീതിയാണ്. Euler's എന്ന് പറയാം, Euler's എന്ന് പറയാം. Okay, Euler's equations of motion. ഇനി in detail നമ്മൾ ഈ Euler's equation of motion ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. Yes, ഈ ഫോമാറ്റിനെ ഒന്ന് ഡിഫറൻഷ്യൽ ഫോം ഓഫ് Euler's equation നമ്മൾ കണ്ടുപിടിക്കുകയാണ്. Okay, ഡിഫറൻഷ്യൽ ഫോം ഓഫ് Euler's equation of motion. So നമ്മൾ എന്താ പറഞ്ഞേ, Euler's equation of motion എന്താ? This is the equation of motion in which force due to gravity and pressure force were taken into consideration, and all other three forces, turbulence, compressible, viscous force, are neglected. Okay, and for the derivation or differential form in Euler's equation derive ചെയ്തെടുക്കാൻ വേണ്ടി we are considering ഒരു streamline, right? ഒരു streamline consider ചെയ്യാം. Okay, so this fluid is moving along a fluid element is moving along a streamline. ഒരു particular streamline എടുത്തു. Okay, ഒരു particular streamline എടുത്തു. അതിന്റെ അതിലൂടെ ഒരു fluid element മൂവ് ചെയ്യുന്ന ഒരു assumption കൺസിഡർ ചെയ്യാം. Okay, consider a streamline in which flow is taking place in the direction in S direction. The S direction a streamline under, and we are considering a fluid element. Okay, and we consider a cylindrical element, a fluid element in a cylindrical shape with a cross-sectional area of dA, and length ds. Okay, now we have to find out the force acting on this cylindrical element. Okay, forces acting on this cylindrical element. So നമ്മൾ എന്തോ ഇതിന്റെ ഫസ്റ്റ് ക്രോസ് സെക്ഷനില് എൻട്രി ക്രോസ് സെക്ഷനിലെ പ്രഷർ ഫോഴ്സ് ഇതിന്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. നമ്മൾ Euler's equation ആണ് നോക്കുന്നത്. അതിന്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടാവും, ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി മീൻസ് ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ്. സോ വെയിറ്റ് ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, തീറ്റ ഡയറക്ഷൻ. തീറ്റ മീൻസ് ഈ സ്ട്രീം ലൈൻ ഡയറക്ഷനും വെയിറ്റിന്റെ നോർമൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് ഇത് തീറ്റ. സോ വെയിറ്റ് വിൽ ബി directly downwards. It will be equal to rho g into volume. Weight density into volume ചെയ്താൽ എന്ത് കിട്ടും, വെയിറ്റ് കിട്ടുമല്ലോ. വെയിറ്റ് ഡെൻസിറ്റി ആയിരുന്നു rho g into വോളിയം എന്ന് പറയുന്നത് എന്താ, ക്രോസ് സെക്ഷൻ ഏരിയ into ലെങ്ത് വോളിയം. rho g into dA ds ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് വെയിറ്റ് കിട്ടി.
ഇനി പിന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് ക്രോസ് സെക്ഷനിൽ എന്ത് വരും? PDA വരും, പ്രഷർ ഫോഴ്സ് PDA. ദെൻ DS ലെങ്ത് കഴിഞ്ഞിട്ട് എന്ത് വരും? നമ്മൾ ജസ്റ്റ് ടൈലേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ജസ്റ്റ് ടൈലേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. DS ലെങ്ത് കഴിഞ്ഞ് എന്ത് വരും? P പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു DS ഇൻറ്റു ഏരിയ വരും. പ്രഷർ ഇവിടെ P ആയിരുന്നെങ്കിൽ ഇപ്പുറത്തും എന്തായി? P പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു DS ആയി. P പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു DS ഇൻറ്റു DA വന്നു. Because these both will be in opposite directions, right? So ഇതിന് കറസ്പോണ്ടിംഗ്ലി ആ തീറ്റന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രയാങ്കിൾ വരച്ച ശേഷമാണ് this will be DS length and this is the DZ. Okay, ഈ ഡയമെൻഷൻ നമ്മൾ DZ ന് എടുക്കുന്നതാണ്, ജസ്റ്റ് ഒരു ഡയമെൻഷൻ എടുക്കുക. Okay, so what are the forces acting on this fluid element? First one is pressure force, that is PDA in the direction of flow. Then pressure force P plus dou P by dou S into DS into DA in opposite to the direction of flow. Then third one is weight of the element. Third one is weight of the element, that is rho g into dA into ds. Rho g is the weight density, dA ds is the volume. Volume into weight density and the weight ആണ് അല്ലേ? ഇനി ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് എന്ത് വരും? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. let theta be the angle, the direction of flow and the line of action, the direction of flow angle between direction of flow and the line of action of weight of the element. Then resultant force നമ്മൾ ബേസിക് ആയിട്ട് ന്യൂട്ടൺസ് ലോ ആയിട്ടായിരുന്നു, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആയിട്ടാണ് എന്തിന് ഈ കണക്ട് ചെയ്യുക. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈക്വൽ ടു നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, പ്രഷർ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഓഫ് ദ എലമെന്റ് വെച്ച് നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ആക്സലറേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ് ഡയറക്ഷൻ. ആ സ്ട്രീം ലൈനിന്റെ പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഇപ്പൊ അനാലിസിസ് എടുക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈൻ ഡയറക്ഷനിൽ മാത്രമേ ഇപ്പൊ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക, പർട്ടിക്കുലർ സ്ട്രീം ലൈൻ ഡയറക്ഷനിൽ മാത്രമേ ഇപ്പൊ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ആ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചാൽ എന്ത് വരും? PDA മൈനസ് ആണ് നമ്മൾ എടുക്കുക, പോസിറ്റീവ് എടുത്തേക്കണത് ഡയറക്ഷൻ ഓഫ് ഫ്ലോന്റെ കേസസിലാണ്. ആ ഡയറക്ഷനിലാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫ്ലോന്റെ ഡയറക്ഷനിൽ നമ്മൾ പോസിറ്റീവ് എടുത്തു, ഓപ്പോസിറ്റ് നെഗറ്റീവ് എടുത്തു. PDA മൈനസ് P പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു DS ഇൻറ്റു DA. ഇനി ഈ വെയിറ്റ് കമ്പോണന്റ് എന്ത് ചെയ്തു? നമ്മൾ ഈ വെയിറ്റ് കമ്പോണന്റിനെ റിസൾട്ടന്റ് എടുത്തു, റിസോൾവ് ചെയ്തു. ഓക്കെ, വെയിറ്റ് കമ്പോണന്റ് റിസോൾവ് ചെയ്ത് എന്ത് വരും? ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഡയറക്ഷനിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലോയിൽ വരും, ദെൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഒരു ഈ വെയിറ്റ് കമ്പോണന്റിനെ റിസൾട്ടന്റ് എടുത്ത് നമ്മൾ എന്ത് വരും? ഒന്ന് ഈ ഡയറക്ഷനിൽ വരും, ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലോന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ വരും. ഒന്ന് ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് വരും. സോ ഈ ഡയറക്ഷനിൽ വരുന്നത് എന്തായിരിക്കും? റോ ജി ഇൻറ്റു DA DS cos theta ആയിരിക്കും. ഈ പർട്ടിക്കുലർ കമ്പോണന്റ് ഡയറക്ഷനിൽ റോ ജി ഇൻറ്റു DA DS DZ cos theta വരും. ഓക്കെ, റോ ജി ഇൻറ്റു DA DA cos theta. ദെൻ അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരും? റോ ജി ഇൻറ്റു DA DS sin theta വരും. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞാൽ സോ ഇറ്റ് വിൽ ബി ഓൾസോ നെഗറ്റീവ് ആയിരിക്കും. സോ ഫൈനലി നെറ്റ് ബാലൻസ് ചെയ്ത നെറ്റ് ഫോഴ്സ് ബാലൻസ് ചെയ്ത PDA മൈനസ് P പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു DS ഇൻറ്റു DA മൈനസ് റോ ജി ഇൻറ്റു DA DS cos theta വരും. ഇനി ഈക്വൽ ടു മാസ് ഓഫ് ഫ്ലൂയിഡ് എലമെന്റ് എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് റോ ആയിട്ട് അസ്യൂം ചെയ്തു. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് വിൽ ബി റോ into volume. Density into volume ആയിരിക്കുമല്ലോ mass. So density will be rho and the volume will be dA into DS into acceleration in the direction of S. Acceleration of fluid element in the direction S വരും. ഇനി S is the acceleration of in the direction of S. So acceleration നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Acceleration is equal to dV by dt ആണ്. But V is a function of S and T. So അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുത്താൽ എന്ത് വരും? dV by dt will be equal to V dou V by dou S plus dou V by dou T. Now we have already studied about the acceleration in where? In second module. Though we have studied in total acceleration there will be two terms. One is രണ്ട് components ഏതൊക്കെയായിരുന്നു? Total acceleration രണ്ട് different components ഏതൊക്കെയായിരുന്നു? ഏതാ ഫർദീൻ?
ഫർദീനുണ്ടോ? ഓൺലൈനിലുണ്ടോ? ഫർദീൻ അസഫ് ഉണ്ട്. അസഫ് ഹലോ, നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? ഏതൊക്കെയാ അസഫെ 2 കമ്പോണൻസ് ആക്സിലറേഷന്റെ? ടോട്ടൽ ആക്സിലറേഷന്റെ 2 ടൈപ്പ് ഓഫ് ആക്സിലറേഷൻ കൂടിയിട്ടാണ് ടോട്ടൽ ആക്സിലറേഷൻ പറയുന്നത്. ഏതൊക്കെയായിരുന്നു? നിഷാഖ് ഏതാ? നിഷാഖ് ലോക്കൽ ആക്സിലറേഷൻ, എന്താണ്? കൺവെക്റ്റീവ് ആക്സിലറേഷനോ? കൺവെക്റ്റീവ് ആക്സിലറേഷനും പിന്നെ ലോക്കൽ ആക്സിലറേഷൻ. കൺവെക്റ്റീവ് ആക്സിലറേഷനും ലോക്കൽ ആക്സിലറേഷൻ അല്ലേ? ഓക്കെ, കൺവെക്റ്റീവ് ടോട്ടൽ ആക്സിലറേഷന്റെ 2 കമ്പോണൻസ് ആണ് കൺവെക്റ്റീവ് ആക്സിലറേഷനും ലോക്കൽ ആക്സിലറേഷനും. ഫർദീനും ഓൺലൈൻ ഉണ്ടോ? ഫർദീൻ അമിത് ഉണ്ടോ? അമിത് ഓക്കെ. സമ മുഹമ്മദ് സമ ഓൺലൈനിലുണ്ടോ? ഓക്കെ. ഓക്കെ. ഫർദീൻ അവിടെ പോയി ഓണാക്കി വെച്ചിട്ട് പോയോ? ഓക്കെ, നമ്മൾ പറഞ്ഞത് ടോട്ടൽ ആക്സിലറേഷന്റെ കമ്പോണൻസ് ആണ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ. ഓക്കെ, സോ ഹിയർ ഓൾസോ total acceleration AS will have 2 components. One is convective part, that is V dou B by dou S, convective part V dou B by dou S and dou V by dou T. Okay, V dou B by dou S and dou V by dou T will is equal to any. Suppose we are assuming, you are taking an assumption that is flow is steady. Flow steady എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Then dou V by dou T will become 0, right? Steady flow means dou V by dou T become 0. So total acceleration AS will be have only convective part. That is AS is equal to V dou V by dou S. No other way. AS equal to V dou V by dou S. Any. നമ്മൾ ഇവിടെ കണ്ട ഇക്വേഷൻ എന്തായി? ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് എഴുതിയ. ഓക്കെ, ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. PdA minus dou P by dou S into ds into dA minus rho g dA ds cos theta equal to rho dA ds into AS on, right? So ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയ ഫൈനൽ ഇക്വേഷൻ will be minus dou P by dou S into ds dA minus rho g into dA ds cos theta will be equal to rho into dA ds into dou V by, sorry, ഇവിടെ ഒരു V കൂടെ ഉണ്ട്, V dou V by dou S. Okay, V dou V by dou S. ഇത് വെറും dou V by dou S അല്ല, V dou V by V വിട്ടു പോയതാണ്, V dou V by dou S. ഇനി ഈ കോമൺ ടേംസ്, ഈ ടോട്ടൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? റോ ഇൻറ്റു DA DS വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു. ടോട്ടലി 2 സൈഡും എന്ത് ചെയ്തു? വി ആർ ഡിവൈഡിങ് ദ ടോട്ടൽ ഇക്വേഷൻ വിത്ത് റോ ഇൻറ്റു DS ഇൻറ്റു DA. So DA DS term, DS DA TM cancel ചെയ്ത് എന്ത് വരും? മൈനസ് dou P divided by rho into dou S minus G cos theta equal to P dou V by dou S. ഇനി അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം കൂടെ ഒറ്റ സൈഡിലേക്ക് എഴുതി എന്ത് വരും? dou P by rho dou S, dou P by rho into dou S plus G cos theta plus V is equal to, sorry, plus P into dou V by dou S, dou P divided by
rho dou s plus g cos theta plus v into dou v by dou s equal to 0 എന്ന് വരും. ഓക്കെ, ഇനി ഈ ഫിഗറിൽ ഇനീഷ്യലി നമുക്കൊരു ഫിഗർ ഉണ്ടായിരുന്നല്ലോ, ആ ഫിഗർ നമ്മൾ കോസ് തീറ്റയ്ക്ക് ഇക്വേഷൻ ഉണ്ടാക്കി dz divided by ds cos theta is equal to dz divided by ds. So ആ കറസ്പോണ്ടിങ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, എവിടെ cos theta വരുന്നു ആ സ്ഥലത്തേക്ക് cos theta ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, cos theta equal to dz by ds. So finally ഇക്വേഷൻ എന്ത് വരും, ഈ ടൈപ്പിൽ വരും ഇക്വേഷൻ 1 by it will be dou p by dou s ന്റെ ആയിരിക്കും. ഓക്കെ, നോട്ട് dou p by dou s. ഇനീഷ്യലി it will be, നമ്മളിവിടെ ഈ കേസ് നമ്മൾ എന്താ പറഞ്ഞത്, dou p by dou s ആണ്, എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. പക്ഷെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഒന്നുകിൽ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ഇനീഷ്യലി ഡെറിവേഷൻ പറയുമ്പോൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈൻ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ അസംഷൻ എടുക്കുക. ഓക്കെ, നമ്മൾ എടുത്തൊരു അസംഷൻ ആണ് ആ പർട്ടിക്കുലർ സ്ട്രീം ലൈനിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, റൈറ്റ്? ആ പർട്ടിക്കുലർ സ്ട്രീം ലൈനിൽ മാത്രം നോക്കുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ സ്പെസിഫൈ ചെയ്തു ഫ്ലോ ഈസ് സ്റ്റഡി ഫ്ലോ. സോ രണ്ട് പാരാമീറ്റർ വെച്ചിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വേരി ചെയ്യും, ഒന്നുകിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം പാരാമീറ്റർ വെച്ചിട്ട്. ഓക്കെ, സോ ടൈം പാരാമീറ്റർ നമ്മൾ സ്റ്റഡി ഫ്ലോ അസംഷൻ എടുത്തത് കൊണ്ട് തന്നെ we can neglect, then rest of the thing is directional flow. So direction parameter എന്ന് പറയുന്നത് ആകെ s മാത്രമേ ഉള്ളൂ, ഒറ്റ ഡയറക്ഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലോ നടക്കുന്നത്. സോ വി ക്യാൻ നെഗ്ലെക്ട് ദിസ് പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമുക്ക് എന്താക്കാം, ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം. ഓക്കെ, ഈ ഡോ പി എന്നുള്ളത് ഡയറക്ട്ലി ടോട്ടൽ ഡെറിവേറ്റീവ് ഡി പി എന്നുള്ള ഫോർമാറ്റിലേക്ക് എഴുതാം. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ഡെറിവേറ്റീവിലേക്ക് എഴുതാം. കാരണം ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ, ഒരു സിംഗിൾ വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു കേസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, 1 by rho plus dp by ds plus g into dz by ds plus vdv by ds വന്നു ഈക്വൽ ടു 0. ഇനി ഈ എല്ലാ സൈഡിൽ നിന്ന് ന്യൂമറേറ്ററിന് കോമൺലി ds ടേംസ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും, ഫൈനലി ഇക്വേഷൻ വിൽ ബി dp by rho plus gdz plus vdv equal to 0. So dp by rho plus gdz plus vdv equal to 0 is the differential form of Euler's equation of motion. Okay, it is the differential form of Euler's equations of motion. ഇപ്പൊ അത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഈ Euler's equationന്റെ ഡെറിവേഷൻ പറഞ്ഞത് ക്ലിയർ ആണോ? മക്കളെ ഒന്നിക്കൊരു യെസ് അല്ലെങ്കിൽ ഒരു നോ പറയുന്നത് എന്തിനാണ് ഇത്രയും ടൈം? നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അറ്റ് സ്പോട്ടിൽ നിങ്ങൾക്ക് പറയാലോ യെസ് പറഞ്ഞോ. എനിക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ആൻസർ അല്ലല്ലോ, ക്ലിയർ കട്ടായി നിങ്ങൾക്ക് അറിയാലോ. ഒന്നുകിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം. ഇത് ഇങ്ങനെ ഇരിക്കല്ലേ, വലിയ ക്വസ്റ്റ്യൻ ഒന്നല്ലേ ചോദിച്ചു, യെസ് ഓർ നോ, ഏതെങ്കിലും ഒരു ആൻസർ പറയാനാ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല പറയാം. അപ്പൊ മനസ്സിലാകാത്ത പ്രശ്നം നമുക്ക് ഒന്നുകൂടെ പറയാം, അതിനു വേണ്ടി ചോദിക്കുന്നത്. ഇത് അതുപോലും ഇങ്ങനെ ഒരു പ്രതികരണം ഇല്ലാതെ ഇരിക്കുമ്പോ നമുക്ക് തന്നെ മടുപ്പ് വരും കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോ ഒരു എന്തെങ്കിലും നിങ്ങളെ ഭാഗത്ത് ഒരു പ്രതികരണം ഇല്ലാതെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുമ്പോ ഒരു കാര്യമില്ല. ഇങ്ങനെ ഫാസ്റ്റായിട്ട് എടുത്ത് പോയിട്ടും കാര്യമില്ല. ഇത്രയും സ്ലോയിൽ എടുത്തിട്ട് വരെ നിങ്ങളെ ഭാഗത്ത് ഒരു പ്രതികരണവും ഇല്ല. അപ്പൊ ഇത് കുറച്ചും കൂടി ഞാൻ ഫാസ്റ്റ് ആക്കിയിട്ട് എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, ദെൻ Euler's equation പറഞ്ഞു. ഇതിന്റെ ഒരു വേറൊരു ഫോർമാറ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് ബെർണോളിസ് ഇക്വേഷൻ. ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ഒരുവിധം എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ എടുക്കുന്ന ഒരു മേജർ ഇക്വേഷൻ ആണിത് ബെർണോളിസ് ഇക്വേഷൻ. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ബെർണോളിസ് ഇക്വേഷൻ. ആക്ച്വലി ബെർണോളിസ് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫോർമാറ്റ് കണ്ടുപിടിച്ചു, ഡിഫറൻഷ്യൽ ഫോർമാറ്റ് കണ്ടുപിടിച്ചു. എന്തിന്? Euler's equation. We have a differential format of Euler's equation. That is what is dp by rho plus gdz plus vdv equal to 0. dp by rho plus gdz plus vdv equal to 0 വരും. അതാണ് ഡിഫറൻഷ്യൽ ഫോർമാറ്റ് ഓഫ് Euler's equation. സോ ഇതിന്റെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഫോർമാറ്റിനെയാണ് എന്ത് പറയാ, ബെർണോളിസ് ഇക്വേഷൻ പറയാം.
സോ ഇതിന്റെ ഒരു സൊല്യൂഷൻ പോലെ ഇതിന്റെ ഡിഫറൻഷ്യൽ ഫോർമാറ്റ് മാറ്റി അതിനൊരു സൊല്യൂഷനായി ഇതൊരു ജനറൽ ഇക്വേഷൻ ആക്കി മാറ്റുകയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ ഇതിനെ യൂലേഴ്സ് ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ജനറൽ ഇക്വേഷൻസ് മോഷനായിട്ട് മാറ്റുന്നതാണത് ബെർണോളിസ് ഇക്വേഷൻ. സോ ബിഫോർ ടേക്കിംഗ് ബെർണോളിസ് ഇക്വേഷൻ വി ഹാവ് സർട്ടൻ അസംഷൻസ്. ഫോർ ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് ഈ സർട്ടൻ അസംഷൻസിലെ കണ്ടീഷൻസിനെ അത് ഇടുകയും സോ നമ്മൾ പറയുന്ന സർട്ടൻ കണ്ടീഷൻസ് കൊടുക്കുകയാണ്. So there are certain assumption. First one is fluid is ideal. That is viscosity is 0. നമ്മൾ ഓൾറെഡി എന്തായി ടേംസ് 0 ആക്കി വിട്ടിട്ടുണ്ടല്ലോ. കംപ്രസിബിൾ ഫോഴ്സിന്റെ എഫ് ഫീഡ് ഫോഴ്സിന്റെ ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് ഫൈനലി യൂലേഴ്സ് ഇക്വേഷനിൽ കയറുന്നത് അല്ലെ. സോ അതിനകത്ത് എഫ് പി ഒക്കെ നെഗ്ലക്ട് ആണ്. സോ ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ ഓർ വിസ്കോസിറ്റി ഈസ് 0. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫ്ലോ ഈസ് സ്റ്റഡി. അത് നമ്മൾ ഓൾറെഡി യൂലേഴ്സ് ഇക്വേഷൻ പറയുമ്പോൾ അസംഷൻ എടുത്തു കഴിഞ്ഞു. ഫ്ലോ ഈസ് സ്റ്റഡി ആയിരിക്കും. ദെൻ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. നമ്മൾ ഓൾറെഡി എഫ് സി കമ്പോണന്റ് പോസ്റ്റ് ഡ്യൂട്ടി കംപ്രസിബിലിറ്റി ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ. Then flow is steady, flow is incompressible. Then fourth one is flow is irrotational. Okay, flow is irrotational. എപ്പോഴും ഓർത്ത് നോക്കണം, ഫ്ലോ ഇറോട്ടേഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലോയിൽ മാത്രമേ എന്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കണ്ടീഷൻ പറയാൻ കാരണം, ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്ട്രീം ലൈൻസ് ഉണ്ടാവും ഇല്ലേ. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ല, ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ പഠിച്ചാൽ അതിന്റെ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ പറയാം, നമുക്ക് സമയം കിട്ടുന്ന നമുക്ക് എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 4 അസംഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഫ്ലൂയിഡ് ഐഡിയൽ ആയിരിക്കണം, ഫ്ലോ സ്റ്റഡി ആയിരിക്കണം, ദെൻ ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ, ഫ്ലോ ഈസ് ഇറോട്ടേഷണൽ. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്തു, വി ആർ ഇന്റഗ്രേറ്റിംഗ് ദ ഓയിലേഴ്സ് ഇക്വേഷൻ. ഇന്റഗ്രൽ dp by rho പ്ലസ് ഇന്റഗ്രൽ gdz പ്ലസ് ഇന്റഗ്രൽ vdv ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. നമ്മളെടുത്ത അസംഷൻ എന്തായിരുന്നു, ഫ്ലോ ഈസ് ഇൻകംപ്രസിബിൾ ആണ്, സോ റോ കോൺസ്റ്റന്റ് ആണ്. സോ ഫൈനലി ഇന്റഗ്രേറ്റ് ചെയ്ത ഇക്വേഷൻ എന്ത് വരും, p by rho പ്ലസ് gz പ്ലസ് v സ്ക്വയർ ബൈ 2. p by dp നെ ഇന്റഗ്രേറ്റ് ചെയ്ത p വന്നു, p by rho, g കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു, ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത dz ഇന്റഗ്രേറ്റ് ചെയ്ത z വന്നു, v ഇന്റഗ്രേറ്റ് ചെയ്ത v സ്ക്വയർ ബൈ 2 വരും. സോ p by rho പ്ലസ് gz പ്ലസ് v സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇനി ആ ജി ടേമിനെ കോമൺ ആയി ന്യൂമറേറ്ററിലേക്ക് എടുത്തു. ഇപ്പറന്ന് എല്ലാത്തിലും ജി ഉണ്ടല്ലോ, ആ ജി വെച്ച് കോമൺലി ഡിവൈഡ് ചെയ്തു. ജി ഡിവൈഡ് ചെയ്ത് എന്താ വരും, പി ബൈ റോ ജി പ്ലസ് സെഡ് പ്ലസ് വി സ്ക്വയർ ബൈ 2 ജി. കോൺസ്റ്റന്റ് ജി എന്നുള്ളൊരു കോൺസ്റ്റന്റ് എമൗണ്ട് ഡിവൈഡ് ചെയ്ത് അഗൈൻ എ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ പി ബൈ റോ ജി പ്ലസ് സെഡ് പ്ലസ് വി സ്ക്വയർ ബൈ 2 ജി ഈക്വൽ ടു കോൺസ്റ്റന്റ്. സോ ദിസ് വിൽ ബി ദ ബെർണൗളിസ് ഇക്വേഷൻ. പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2 ജി plus z is equal to a constant. It will be the Bernoullis equation. P by rho g plus v square by 2g plus z equal to a constant. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രീം ലൈൻ ഇക്വേഷൻ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഈ റൊട്ടേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഓയിലേഴ്സ് ഇക്വേഷൻ എടുക്കുമ്പോൾ അസംഷൻ എടുത്ത എന്താ, ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈനിന് വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ ഈ ജനറൽ ആയിട്ട് ഈ കേസ് പറയാം, ഈ ബെർണോളിസ് ഇക്വേഷനൊക്കെ എപ്പോ അപ്ലൈ ചെയ്യാം, നമ്മളൊരു പൈപ്പ് ഫ്ലോന്റെ ഒക്കെ കേസിലാണ്. ഒരു പൈപ്പ് ഫ്ലോ അല്ലെങ്കിൽ നോസിൽ ഫ്ലോന്റെ ഒക്കെ ഉള്ളിലാണ്. ഈ നോസിൽ പൈപ്പിന്റെ ഒക്കെ ഉള്ളിൽ എന്തായിരിക്കും, ഒരു സ്ട്രീം ലൈൻ ആയിരിക്കുമല്ലോ, ഡിഫറെന്റ് നമ്പർ ഓഫ് സ്ട്രീം ലൈൻസ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈൻ എടുത്ത് കുറെ സ്ട്രീം ലൈൻസ് ഉണ്ടാവില്ലേ, ഇതിന്റെയൊക്കെ ജോയിന്റ് ആയ ഒരു ടോട്ടൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വന്നത് എവിടെയാ, ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈനിനെ വെച്ചിട്ടാണ് ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നത്. ഓക്കെ, സോ അങ്ങനെ കണ്ടീഷൻ വരുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റ് വാല്യൂ, ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, അത് ഓരോ സ്ട്രീം ലൈനിലും എന്തായിരിക്കും, മാറും. ഈ ഫ്ലോ റൊട്ടേഷണൽ ആണെങ്കിൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, ഐ മീൻ നമ്മൾ ഫ്ലോ ഇറൊട്ടേഷണൽ ആണ് അസംഷൻ എടുക്കുകയാണെങ്കിൽ, ഫ്ലോ ഇറൊട്ടേഷണൽ ആണെങ്കിൽ എന്താ, കംപ്ലീറ്റ്ലി ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും. ദെൻ അറ്റ് ദാറ്റ് ടൈം ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ട്രീം ലൈനിനും സിമിലർ ആയിരിക്കും, എല്ലാ സ്ട്രീം ലൈനിനും സെയിം ആയിരിക്കും. ആ ഒരു കേസിന് വേണ്ടിയാണ് നമ്മൾ ഇത് എടുക്കുന്നത്, ഫ്ലോ ഇറൊട്ടേഷണൽ എന്നുള്ള ഒരു അസംഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റാൻ പറ്റൂ, ഒരു ഫ്ലൂയിഡ് പൈപ്പ് ഫ്ലോന്റെ നമ്മൾ എപ്പോഴും അപ്ലൈ ഈ ബെർണോളിസ് ഇക്വേഷൻ എപ്പോഴും അപ്ലൈ ചെയ്യാം, 2 സെക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു ഇൻലെറ്റ് സെക്ഷനിലും ഒരു എക്സിറ്റ് സെക്ഷനിലും.
ഈ രണ്ട് സെക്ഷനിലായിട്ടാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഈ കോൺസ്റ്റന്റ് ഓഫ് വാല്യൂ സിമിലർ അല്ല എങ്കിൽ നമുക്ക് രണ്ട് സെക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൂയിഡ് ഇറൊട്ടേഷണൽ എന്നുള്ളൊരു അസംപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഫ്ലൂയിഡിന് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന് സിമിലർ ആകും. അങ്ങനെ വന്ന് എന്ത് ചെയ്യും, നമുക്ക് ഇൻലെറ്റ് സെക്ഷനിലും എക്സിറ്റ് സെക്ഷനിലും ആയിട്ട് രണ്ട് സെക്ഷനിൽ ഈക്വലി അപ്ലൈ ചെയ്യാം. എന്ത് ബെർണോളിസ് ഇക്വേഷൻസിനെ നമുക്ക് രണ്ട് സെക്ഷനിലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഒരു ജനറൽ നോളജിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു പാർട്ട് ഓഫ് ദ സിലബസ് അല്ല, ജസ്റ്റ് അതിന്റെ ഒരു ഓവറോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ ബെർണോളിസ് ഇക്വേഷൻ എന്താ വരിക, പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് z ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ഇതിൽ ഈ പി ബൈ റോ ജി എന്നുള്ള ടേം ഇത് ഈസ് പ്രഷർ എനർജിയാണ്. പി ബൈ റോ ജി ഈസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, പ്രഷർ ഹെഡ് എന്ന് പറയും. ഓക്കെ, പി ബൈ റോ ജി എന്ന് പറയുന്നത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ അതിനെ ടോട്ടലി നമ്മൾ എന്ത് പറയും, പ്രഷർ ഹെഡ് എന്ന് പറയും. ഇനി വി സ്ക്വയർ ബൈ 2g എന്ത് പറയും, ഇറ്റ്സ് എ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ഇറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് യൂണിറ്റ് വെയിറ്റ്, it would be kinetic head. And third one is potential energy plus potential energy per unit weight, that means potential head. So total fluid flow exist ചെയ്യുന്ന all the types of fluid energy ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടി എന്താണ്, എനർജിയെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൂടിയാണ് എന്ത്, ബെർണോളിസ് ഇക്വേഷൻ. റൈറ്റ്, നമുക്ക് ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ അവൈലബിൾ ആയിട്ടുള്ള മേജർ ടൈപ്സ് ഓഫ് എനർജി എന്തൊക്കെയാ, ഒന്ന് പ്രഷർ എനർജി, ദെൻ കൈനറ്റിക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടുള്ള കൈനറ്റിക് എനർജി, ദെൻ ഫ്ലൂയിഡിന്റെ ഒരു സെപ്പറേറ്റ് ഹൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഈ മൂന്ന് എനർജിയും കൂടി സമം ചെയ്തിട്ട് ടോട്ടൽ എനർജിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, ബെർണോളിസ് ഇക്വേഷൻ. അപ്പൊ ഒരു പൈപ്പ് ഫ്ലോന്റെ രണ്ട് സെക്ഷൻ എടുത്താൽ ഈ രണ്ട് സെക്ഷനിൽ ടോട്ടൽ എനർജി സിമിലർ ആയിരിക്കണം. സോ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്, ബെർണോളിസ് ഇക്വേഷൻ. അപ്പൊ ഇതിൽ വരുന്ന മൂന്ന് കമ്പോണന്റ് എന്താ, സോ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെ പറയാം, ഇറ്റ് വിൽ ബി എ സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ്, ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, ത്രൂ ഔട്ട് ദ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ത്രൂ ഔട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഐഡിയൽ ഫ്ലോന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത്, ഒരു ഐഡിയൽ ഫ്ലോന്റെ കേസിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെർണോളിസ് ഇക്വേഷൻ ഐഡിയൽ ഫ്ലോന്റെ കേസിലാണ് ഈ പറയുന്നത്. ത്രൂ ഔട്ട് എടുത്താൽ ഒരു പൈപ്പ് ഫ്ലോയിൽ ത്രൂ ഔട്ട് എടുത്താൽ ഏത് സെക്ഷൻ എടുത്താലും പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. റൈറ്റ്, ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. സാർ ഫർദീന് നെറ്റില്ല, കട്ടായതാണോ പറഞ്ഞു. നെറ്റ് കട്ടായാൽ ഒരിക്കലും ഇതിനകത്ത് കാണിക്കൂല. 2G എന്ന് പറഞ്ഞു വിളിച്ചിനു. അല്ല, അവൻ 2G നെറ്റ് എന്നിട്ട് വിളിച്ചിനു ഇപ്പൊ. നെറ്റ് കട്ടായി എന്നിട്ട് വിളിച്ചതാ. നെറ്റ് കട്ടായി 2G അങ്ങനെ എന്തോ പറഞ്ഞു. അത് നെറ്റ് കട്ടായി അറിയിക്കാൻ എങ്ങനെയാ വിളിച്ചേ? ആകാശ് ഉണ്ടോ? അഖിൽ അഖിൽ അമിത് അനിരുദ്ധ് കാർത്തിക് ലതിൻ ഷഹസാദ് മുക്താസിം അസഫ് ഫർദീൻ ജുബൈർ ഫത്തേഹ് സമ സിയാൻ ഇഷാഖ് നിവേദ് പ്രത്യുഷ് രാഹുൽ സരുൺ സൗരഭ് ശ്രീരാഗ് ശ്രീരാഗ് ഉണ്ടോ? വിഷ്ണു വിഷ്ണുവൻ
ഓക്കെ, അഖിലും സമയം ആബ്സെന്റ്. സാർ സമയമുണ്ട് സാർ. സമയം വിളിക്കുമ്പോ എവിടെ പോയി? സാർ മൈക്ക് കട്ടാന്നേ. അഖിലുണ്ടോ? അറ്റൻഡൻസ് വിളിക്കാൻ മാത്രം എവിടെ പോയി നിങ്ങള്? എല്ലാവർക്കും നെറ്റ് കട്ടാ ഞാൻ. ഓക്കെ, എനിവേ താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ സാർ.